കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഋത്യാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നടാൻ പോവാണ്. സാധാരണ ഞാൻ ഇതിപ്പോ ഉരുളക്കിഴങ്ങ് ചെടിയാ, വിത്ത് മുളച്ചുണ്ടായത്. ഉരുളക്കിഴങ്ങ് വെച്ചപ്പോ മുളച്ചുണ്ടായതാ. ഇത് കയ്പയും. അപ്പൊ ഞാൻ കവറിലാണ് നടല്. ഞാൻ രണ്ടെണ്ണം ഒന്ന് നിലത്ത് നട്ടു നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നിലത്ത് നടാൻ പോവുക. ഈ കവറിൽ നടുന്ന ബോട്ടിൽ നടുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ നിലത്തും നട്ടു നോക്കട്ടെ, എങ്ങനെ ഉണ്ടാവും വിളവ് എന്നുള്ളതൊന്നും കാണാനോ. അപ്പൊ കയ്പ ഞാൻ വിത്ത് മുളപ്പിച്ചതും ഒരു ഉരുളക്കിഴങ്ങ് അത് ഭയങ്കരമായിട്ട് മുളച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും നടുന്ന രീതി കാണിച്ചു തരാം. ഇവിടെ അപ്പം നടാൻ ഉദ്ദേശിച്ചത് ഈ നിലത്ത് ഇവിടെ ഇതിങ്ങനെ അങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ അത് ഒരു കുയ്യങ്ങാക്കാനോ. പിന്നെ ഉരുളക്കിഴങ്ങ് അവിടെ നിൽക്കുന്നതുമാണ്, കയ്പ പടർന്ന് പോകുന്നതുമാണല്ലോ. അപ്പൊ രണ്ടാൾ ഈ ഒരു സ്ഥലത്ത് തന്നെ കാട്ടാം. രണ്ടാൾക്കൂടിയുള്ള ഭക്ഷണം നമുക്ക് അങ്ങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ രണ്ടും കൂടി ഇവിടെ അങ്ങ് ചെയ്യാൻ. ഇവിടെ ഒരു കപ്പ ഉണ്ടായിരുന്നു, അപ്പൊ എലിയൊക്കെ തിന്നുകൊണ്ട് ഞാനത് പറിച്ച് ഒഴിവാക്കിയതാണ്. അങ്ങനെ അത് പൊന്തിക്കും. ഇവിടെ അങ്ങ് നട്ടു വെക്കാം. കുയ്യ ഇടയ്ക്ക് ഞാൻ നനക്കലുണ്ട്, അതുകൊണ്ട് ഈ നനവ് പോലെ തോന്നുന്നു. ഞാൻ കുയ്യ വെച്ച് കാണിച്ചു തരാം. കുഴിച്ച് കഴിയാനായി. രണ്ട് തരം ചെടികൾ നടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ ആഴത്തിലാക്കുന്നത്. വലുപ്പത്തിലും ഇവിടെ വരെ എത്തി. പണ്ടൊക്കെ ഞങ്ങൾ നടല്, പച്ചക്കറി നടല് കുഴി കുഴിച്ചിട്ട് കരിയില കൊണ്ടുപോയി നിറച്ച് അത് ചുടും. ചുട്ട് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നടല്. പക്ഷെ ഇന്നും ചുടുന്നില്ല, കരിയിലിട്ട് കുറച്ച് കുമ്മായപ്പൊടി ഇടും. അങ്ങനെയൊക്കെ. ഇത് കഴിപ്പ് ഉരുളക്കിഴങ്ങ് രണ്ടും നടുകയാണല്ലോ, അതാ കുറച്ച് ആഴത്തിലായിക്കോട്ടെ. കുഴിത്ര മതി. ഇനി കരിയില കൊണ്ടുവരട്ടെ. കരിയിലിട്ട് കുറേ കരിയിലിട്ടാൽ അത് അമർന്നോളും. കരിയില എടുക്കുമ്പോൾ തന്നെ കുത്തി നിറച്ചെടുത്തതാ. ഈ ചൂടത്ത് ഉണക്കിൽ ഇത് തൊടുമ പൊടിഞ്ഞോളൂ. ഞാൻ ഒരു ബക്കറ്റ് കൂടി കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടാമത്തെ ബക്കറ്റ് കുയ്യ് നിറഞ്ഞ് വെച്ചിട്ട് ഈ കരിയിലിട്ടാലും എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നറിയോ. മണ്ണ് അങ്ങോട്ട് പാറ പോലെ ഉണങ്ങൂല. പിന്നെ ഇത് നല്ലൊരു വള ഈ കരിയില. പിന്നെ തോട്ടമൊക്കെ വൃത്തിയാവും. നമുക്കിങ്ങനെ നടക്കാം സൂപ്പറായിട്ട്. പിന്നെ വേരോട്ടം കിട്ടും. വേരോടിയിട്ട് വേണമല്ലോ ജലമില്ല അവിടെ വലിച്ചെടുക്കാൻ. അപ്പം വേരോട്ടം കിട്ടും. പെട്ടെന്നൊന്നും ഉണങ്ങിപ്പോകൂല. വെള്ളം അവിടെ കുറച്ചൊക്കെ ഉണ്ടാവും. നല്ലൊരു പൂലായിട്ട് നിൽക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് വളം കൂടി അങ്ങനെ കൂടെ ഉണ്ട്. അതാണ് ഈ കരിയില കൂടുതൽ ഗുണം. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ ഇതിൻ്റെ മേലെ. കുറച്ചേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇടയ്ക്ക് മണ്ണിട്ടാലേ അത് വളമായി മാറും. മണ്ണ് ഇടയ്ക്ക് ഇടണം. കരിയില മാത്രമായാൽ പറ്റില്ല. എന്നൊന്ന് അമർത്തിട്ട് ഉടച്ചാലേ അമർന്നു പോവും. പ്ലാസ്റ്റിക് ഉണ്ട്, എടുത്ത് മാറ്റണം കേട്ടോ. അതാ പ്ലാസ്റ്റിക് ഇട്ടാൽ മണ്ണിന് കേടാ, വെള്ളം ഇറങ്ങൂല. അതങ്ങനെ തന്നെ കലാകാണ്. ഇത് കുഴി ഒഴിച്ച് കരിയിലിട്ട് മണ്ണ് കുറച്ച് പോട്ട് നടുപോലെ തന്നെ. പക്ഷെ എനിക്ക് തോന്നണേ നിലത്താകുമ്പോൾ ഒന്നുകൂടി നല്ലോണം ഉണ്ടാവും. പോട്ടിനേക്കാളും ഞാൻ കുറച്ച് കുമ്മായിടും. കുമ്മായം കുറച്ച് ഇത് രണ്ട് ചെടിക്കുള്ളതാ. കുറച്ചിടുന്നു കുമ്മായം. ചൂട് ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി എന്നാ പറയുന്നത് എല്ലാവരും. അത്ര മതി. കുറച്ചും കൂടി കുമ്മായൊക്കെ ഇട്ട് കരിയിലിട്ട് മണ്ണിട്ട് കുമ്മായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്ലറി ഒഴിച്ചു കൊടുക്കൂ. ഇതാളായി വരട്ടെ. എപ്പം തന്നെ വേണ്ട വിചാരിച്ചിട്ടാ. സ്ലറിക്ക് കുറഞ്ഞ ചാണകം മതി. 10 ഇരട്ടി വെള്ളം ഒഴിക്കല്ലോ.
പിന്നെ അതിൽ വെണ്ണീര് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചീമക്കൊന്നൊക്കെ ഇട്ടിട്ട് ഒക്കെ അപ്പം അതിൽ വരും. ഇൻഷാ അല്ലാ അത് വലുതായി ഉഷാറാകുമ്പോഴത്തേക്കും ഞാൻ ഓരോന്നോരോന്ന് എല്ലാ സ്റ്റെപ്പും ഞങ്ങളെ കാണിക്കും. ഇതിൻ്റെ വളർച്ചൻ്റെ ഞാൻ ചെടി കൊണ്ടുവന്നാണ്. ചെടി കൊണ്ടുവരട്ടെ. ഇത് നടാൻ പോവുക. ഇത് ഞാൻ കയ്പ ഉപ്പേരിക്ക് വേണ്ടി തോരന് വേണ്ടി വാങ്ങിയതായിരുന്നു. ഒന്ന് പഴുത്തുപോയി. അപ്പം അതിൻ്റെ വിത്തെടുത്ത് ഉണക്കി ഞാൻ പാകിയതാ. നല്ല ശക്തിയിൽ തൈ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ നടാൻ ഉദ്ദേശിച്ച്. നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. മുട്ടണം. മുട്ടിയിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങോട്ട് ഇരിക്കും. ഇവിടെ ഒന്ന് നട്ടു. ഇനി നമ്മളെ ഇത് അതുപോലെ തന്നെ കേട്ടോ കറി വെക്കാൻ കൊണ്ടുവന്നേ ഉരുളക്കിഴങ്ങ് ഇരുന്നു. ഭയങ്കര മുളച്ചിട്ടു. ഫ്രിഡ്ജ് വെച്ച ഉരുളക്കിഴങ്ങ് ഒക്കെ മുളച്ചിരുന്നു. ഭയങ്കര വേര് പുറത്തുകൂടി വന്ന് നോക്കി വേര് വന്നിട്ട് അത് വീഴാത്ത കേട്ടോ. പുറം ചാടി പുറത്തേക്ക് ചാടിയിട്ട് നീ കിട്ടാൻ കുറച്ച് പാടാ. വേരൊക്കെ ഇതാക്കണം. മറ്റേതൊന്നും വേരങ്ങനെ പുറത്തേക്കായില്ല. ഉരുളക്കിഴങ്ങിന് ഭയങ്കര വേരാ. വേര് വന്നിങ്ങ് നിറഞ്ഞത്. ഒന്നാമത് കരിയിലിട്ടണല്ലോ ഇതിൻ്റെ അടിയിൽ. അതാണ് ഇങ്ങനെ ഓടിയത് വേര്. നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് മേലെ കരിയിലൊക്കെ പൊതയിട്ട് നനച്ച് റെഡിയാക്കണം. ഞാൻ മണ്ണിടട്ടെ. മണ്ണിട്ട് അങ്ങ് മൂടണത്. ആ ചട്ടി ആകൃതിയെ കാണിച്ചു. ആ രീതിയിൽ മണ്ണാണ്. നട്ടീരെ കാണാൻ തന്നെ എന്തൊരു ഭംഗി. പണ്ട് എന്തോരം നടലിന് നിലത്തിപ്പല്ലേ ഈ പോട്ടൊക്കെ പറഞ്ഞ് ചട്ടി. ഈ പോട്ട് തന്നെ നനക്കട്ടെ. ഇവിടേക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം വെള്ള സൗകര്യം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ നടൂല. വീടിൻ്റെ മുറ്റത്തിനെ നടൂ. ഇപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് വെള്ളം സൗകര്യം. വേനലാകുമ്പോൾ ചെടിൻ്റെ മേൽഭാഗം നനയ്ക്കുമ്പോൾ മഴ പെയ്യും പോലെ ഇങ്ങനെ ആക്കിച്ചു. ഇലകൾക്ക് നല്ല ഉന്മേഷം. നല്ലോണം നനഞ്ഞോട്ടെ. എന്നുള്ള വെള്ളം ഇതാ ഇങ്ങനല്ലേ വരുന്നത്. ഞാൻ കുറച്ച് ചപ്പ് കൊണ്ടുവന്ന് മൂടട്ടെ. ഇവിടുത്തെ ഇതൊക്കെ എൻ്റെ പണിയായി. ഇതാവാം. ഇതൊക്കെ എന്താ രസം. എനിക്ക് റെഡിയാക്കി തന്നതാ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ. എൻ്റെ ഇത് വലുത് എനിക്ക് ചെറുതാക്കി തിന്ന്. കണ്ടില്ലേ എന്താ സൂപ്പർ. പിന്നെ വെയിലും വന്നോട്ടെ. ഇവിടെയൊക്കെ തണൽ വേണ്ട. ഇതങ്ങോട്ട് പൊതട്ടാലേ. കണ്ടില്ലേ എൻ്റെ പൈപ്പ് പോയത്. താഴെ നിന്ന് വെള്ളം കൊണ്ടുവന്നതാ. കിട്ടിയ വെള്ളം ഉണങ്ങിപ്പോണ്ട്. അതാണ് ഈ പൊതട്ട്. കപ്പ മുളക്കൂരേ അത് അങ്ങ് വെക്കാം. ഈ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഇത് നന്നായിട്ട് വന്നല്ലോ വെള്ളം. കരിയില പുച്ചാണ് വെക്കുള്ളൂ. ഞാൻ പറഞ്ഞു
അവിടെ കൈപ്പക്ക രണ്ടും ഞാൻ അടിപൊളിയായിട്ട് നട്ട് ഇഷ്ടം പോലെ കരിയിലിട്ട് മണ്ണിട്ട് ഇതങ്ങ് നനച്ചും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓരോ ആഴ്ച ഞാൻ കാണിച്ചു തരാം. ഇനി പിന്നീടായിരിക്കും ഞാൻ വളമൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ വളമെന്നൊക്കെ ഞാൻ കാണിച്ചു തരൂ. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.